ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹിന്ദിയാണ്. 8ാം ക്ലാസ്സിലെ ഹിന്ദിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. 8वीं कक्षा के सभी छात्रों को मेरा नमस्कार. അപ്പോൾ 8ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ സ്വാഗതം പറയുകയാണ് ടീച്ചർ. आप सबको नए शैक्षणिक साल की शुभकामनाएं. അപ്പോൾ നമ്മൾ പുതിയ ഒരു ഇയറിലേക്കാണ് വന്നിട്ടുള്ളത്. पहले मैं अपना परिचय देती हूँ. അപ്പോൾ ആദ്യം ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുകയാണ് നമ്മൾ. मेरा नाम जास्मिन, तिरुवनंतपुरम जिले के सरकारी ट्राइबल हाई स्कूल मीनागल की हिंदी अध्यापिका. അപ്പോൾ ജാസ്മിൻ എന്നാണ് ടീച്ചറുടെ പേര്. GTHS മീനാക്കൽ തിരുവനന്തപുരം സ്കൂളിലെ ടീച്ചറാണ്. अब आप लोग 8वीं में आ गए. അപ്പോൾ നമ്മളെല്ലാവരും 8ാം ക്ലാസ്സിൽ എത്തി. हमारी हिंदी पुस्तक में इकाई के प्रारंभ में कुछ मधुमक्खियों का चित्र है. അപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ ഫസ്റ്റ് ചാപ്റ്റർ ഒരു മധുമക്ഷി എന്ന് പറഞ്ഞാൽ തേനീച്ചയുടെ ചിത്രമുണ്ട്. क्या आप लोग मधुमक्खी को देखा है? നിങ്ങളെല്ലാവരും തേനീച്ചയെ കണ്ടിട്ടില്ലേ? ये देखिए, ये ही मधुमक्खी है. അപ്പോൾ ചിത്രത്തിൽ അതാണ് മധുമക്ഷി എന്നാണ് പറയുന്നത്. मधुमक्खी क्या करती है? അപ്പോൾ മധുമക്ഷി എന്താണ് ചെയ്യുന്നത്? തേനീച്ച എന്താണ് ചെയ്യുന്നത്? हाँ, फूलों से मधु लेती है. അതെ, അപ്പോൾ പൂക്കളിൽ നിന്നും തേൻ ശേഖരിക്കുന്നു അല്ലെങ്കിൽ തേൻ എടുക്കുന്നു. मधुमक्खी फूलों से मधु लेती है. क्या आप लोगों को मधु पसंद है? അപ്പോൾ നിങ്ങൾക്ക് തേൻ ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത്. हाँ, सभी को मधु पसंद है. അതെ, എല്ലാവർക്കും തേൻ ഇഷ്ടമാണ്. वो कितना मीठा है. അതിത്ര മധുരമുള്ളതാണ്. मधुमक्खियाँ मधु लेकर क्या करती है? അപ്പോൾ തേനീച്ച തേൻ എടുത്തിട്ട് എന്താണ് ചെയ്യുന്നത്? बताइए. ये मधुमक्खियाँ मधु लेकर संचित करती है. അതെ, തേനീച്ച തേൻ എടുത്തിട്ട് മധു എന്ന് പറഞ്ഞാൽ തേൻ, മധു എടുത്തിട്ട് സഞ്ചിത് കർത്തി ഹൈ, അതായത് ശേഖരിച്ചു വെക്കുന്നു. मधु लेकर ये क्या करती है? हाँ, मधुमक्खियाँ विभिन्न फूलों के पास जाती है. थोड़ा थोड़ा मधु लेकर वे संचित करती है. അതെ, അപ്പോൾ എങ്ങനെയാണ് തേൻ ശേഖരിക്കുന്നത്? ഒരു മധുമക്ഷി തേനീച്ച മധു എങ്ങനെയാണ് ശേഖരിക്കുന്നത്? അപ്പോൾ ഇവര് മധുമക്ഷി വിഭിന്ന ഫൂലോസെ പാസ്, വ്യത്യസ്ത പൂക്കളടുത്ത് ചെന്നിട്ട് തേൻ ശേഖരിച്ചുകൊണ്ട് കുറച്ച് തേൻ ശേഖരിച്ചുകൊണ്ട് അവരുടെ കൂടുതൽ ശേഖരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. इन मधुमक्खियों के जीवन से हम क्या क्या समझ सकते हैं? അപ്പോൾ ഇത്രയും പറഞ്ഞ ഭാഗത്തിൽ നമുക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്? बताइए. देखिए, निरंतर परिश्रम करना और परिश्रम से मिलने वाली चीजों को सुरक्षित रखना. അത് നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ, കഠിനാധ്വാനത്തിലൂടെ മധുമക്ഷി തേൻ ശേഖരിച്ചുകൊണ്ട് സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. നിരന്തര പരിശ്രമം കാരണം, നിരന്തരമായിട്ടുള്ള പരിശ്രമത്താൽ പരിശ്രമത്തെ മിൽനേവാലി ചീസ്, അതായത് ഈ പരിശ്രമത്തിൽ കിട്ടുന്ന അനന്തര ഫലമാണ് അത് സുരക്ഷിതമായിട്ട് വെക്കുക എന്നുള്ളത്. हाँ, निरंतर परिश्रम करना और परिश्रम से मिलने वाली चीजों को सुरक्षित रखना. मधुमक्खियों के जीवन से हम समझ सकते हैं कि निरंतर परिश्रम करें और परिश्रम से मिलने वाली चीजों को सुरक्षित रखें. അപ്പോൾ നമുക്ക് ആ ജീവിയിൽ നിന്നും നമുക്ക് തേനീച്ചയിൽ നിന്ന് പഠിക്കാനുള്ളത് നിരന്തരമായിട്ട് പരിശ്രമിക്കുക. ആ പരിശ്രമത്തിൻ്റെ അവസാന ഫലമാണ് ഇപ്പോൾ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളും കഠിനാധ്വാനം ചെയ്യുക, സേഫ് ആവുക എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്ക് മധുമക്ഷി നൽകുന്നത്. क्या ज्ञान के अर्जन से इनका कोई संबंध है? आप जरा सोच लीजिए. इसी विषय पर एक അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. दो कथा हम पढ़े. അപ്പോൾ നമ്മളൊരു കഥ പഠിക്കാൻ പോണേ. ലോക് കഥ എന്ന് പറഞ്ഞാൽ നാടോടി കഥ ടീച്ചർ ഇപ്പോൾ പറയാൻ പോവുകയാണ്. ये लोक कथा क्या है? हाँ, सही है, ये कहानी ही है.
कुछ जानकारी नहीं, पर ऐसी कहानियां हमें परंपरा से मिलती है, नाना नानी दादा दादी आदि से प्राप्त है. അപ്പൊ ലോകകഥ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ പറഞ്ഞത്, അതായത് ലോകകഥ എന്ന് പറയുമ്പോൾ നാടോടി കഥ. ഈ നാടോടി കഥയ്ക്ക് ശരിക്കും ഒരു രചയിതാവ് ഉണ്ടാവില്ല. എല്ലാ കഥകൾക്കും ഒരു രചയിതാവ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ കഹാനി എന്ന് പറഞ്ഞ കഥ, ഈ കഥക്ക് ലേഖകരില്ല. അത് നമുക്ക് എങ്ങനെ കിട്ടുന്നത് വെച്ചാൽ നാനാ നാനി ദാദാ ദാദി, അതായത് മുത്തശ്ശിമാരുടെ കയ്യിൽ നിന്നും നമുക്ക് കൈമാറി കിട്ടുന്ന കഥകളാണ് ഈ ലോകകഥ എന്ന് പറയുന്നത്. अच्छा, अब हम एक लोक कथा पढ़े. देखिए, लोक कथा का नाम है शाहनशाह अकबर को कौन सिखाएगा. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു ലോകകഥ നമ്മൾ പഠിക്കുന്നത്. കഥയുടെ പേരാണ് ഷഹൻഷാ അക്ബർ കോ കോൻ സിഖായേഖ, അതായത് ചക്രവർത്തി അക്ബറിനെ ആര് പഠിപ്പിക്കും. സിഖായേഖ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക കേട്ടോ. क्या आप लोग अकबर का नाम सुना है? നിങ്ങൾ അക്ബർ എന്നുള്ള പേര് കേട്ടിട്ടില്ല എന്ന് ചോദിക്കുന്നത്. वे कौन थे? हाँ, वे मुगल बादशाह थे. അപ്പോൾ അത് നമ്മുടെ മുഗൾ ചക്രവർത്തിയാണ്. ചക്രവർത്തിയുടെ പേരാണ് അക്ബർ. वे तीसरे मुगल बादशाह थे. മൂന്നാമത്തെ ചക്രവർത്തിയായിരുന്നു. അതായത് മുഗൾ പരമ്പരയിലെ രാജഭരണത്തിലെ മൂന്നാമത്തെ ചക്രവർത്തിയാണ് ഷഹൻഷാ അക്ബർ. बादशाह बनने समय उनकी आयु कितनी थी आप जानते हैं? अच्छा, 13 साल. बादशाह बनने समय उनकी आयु 13 साल थी. അതായത് അക്ബർ ഷാ രാജാവാകുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു? അപ്പോൾ പറയുന്നത് 13 സാൽ, അതായത് 13 വർഷം, 13 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ബന്ദിത് പറഞ്ഞാൽ രാജാവായിട്ട് വാഴുന്ന സമയം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ വയസ്സ് 13 വയസ്സായിരുന്നു. अपने पिता हुमायूं की मृत्यु के बाद वे 13 साल की उम्र में बादशाह बन गए. അതെ, അദ്ദേഹത്തിന്റെ പിതാവായ ഹുമയൂൺ ചക്രവർത്തിയുടെ മരണസമയത്ത് അദ്ദേഹത്തിന് 13 വയസ്സായിരുന്നു. അപ്പോൾ ആ മരണത്തോടു കൂടി അദ്ദേഹം രാജാവായി വാഴിക്കപ്പെട്ടു. वे भारतीय इतिहास के सबसे प्रसिद्ध सम्राटों में से एक थे. അതെ, ഭാരതചരിത്രത്തിലെ सबसे प्रसिद्ध प्रसिद्धനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. पिता हुमायूं की मृत्यु के बाद अकबर को बचपन से ही बादशाह बना दिया गया. അതെ, പിതാവായ ഹുമയൂൺ ചക്രവർത്തിയുടെ മരണശേഷം അക്ബർക്കോ बचना से ही बादशाह बना दिया गया. അതായത് അതിന്റെ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം ചക്രവർത്തിയായിട്ട് നിയമിക്കപ്പെട്ടു. उस वक्त उनकी आयु 13 साल थी. അതെ, അപ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് 13 വയസ്സായിരുന്നു. देखिए, अकबर अपने महल के मुंडेर में खड़े हैं. അപ്പോൾ ചിത്രം നോക്കുക, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്ലാവിൽ നിൽക്കുകയാണ് അദ്ദേഹം. उसके पीछे कौन खड़े हैं? അദ്ദേഹത്തിന് പുറകിൽ ആരാണ് നിൽക്കുന്നത്? हाँ, बीरबल. ബീർബൽ ആണ് കേട്ടോ, ബീർബൽ. बीरबल कौन है आप जानते हैं? हाँ, अकबर के मंत्री. അപ്പോൾ ഇനി ബീർബലിനെ കുറിച്ചാണ് പറയുന്നത്. ബീർബൽ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം അക്ബർ ചക്രവർത്തിയുടെ മന്ത്രിയായിരുന്നു. बहुत बड़े विद्वान भी थे. ഭയങ്കര ജ്ഞാനിയായിരുന്നു, അറിവുള്ള ആളായിരുന്നു എന്ന് പറയുന്നത്. उनका असली नाम आप जानते हैं? महेश दास. ബീർബലിന്റെ ശരിയായ പേര് മഹേഷ് ദാസ് എന്നാണ്. बीरबल का असली नाम महेश दास था. अपने चातुर्य और बुद्धि बल से बीरबल अकबर के दरबार के नवरत्नों में एक बन गए. അദ്ദേഹത്തിന്റെ ബുദ്ധിയും കഴിവും കൊണ്ട് അക്ബറിന്റെ രാജസദസ്സിലെ ഒന്നാമതായിട്ടുള്ള ഒരാളാണ് ബീർബൽ. बीरबल अकबर के प्रिय उपदेशक थे. അപ്പോൾ ആ ഉപദേശക ഗ്രൂപ്പില് ഒന്നാമത്തെ ആളായിരുന്നു ബീർബൽ. അക്ബറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉപദേശകനായിരുന്നു ബീർബൽ. बीरबल बादशाह अकबर के मंत्री थे.
अपनी तीव्र बुद्धि से वे बहुत प्रसिद्ध हुए। अकबर हमेशा बीरबल की सहायता चाहते थे। അതെ, അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ ബീർബൽ ബാദുഷാ അക്ബർ കോ മന്ത്രി ഹെ, ചക്രവർത്തിയായ അക്ബറിന്റെ മന്ത്രിയാണ്. അപ്പനി അപ്പനി തീവ്ര ബുദ്ധി സേ വേ ബഹുത് പ്രസിദ്ധ ഹുയേ. അദ്ദേഹത്തിന്റെ ആ ബുദ്ധി കൊണ്ടും അദ്ദേഹത്തിന്റെ ആ ജ്ഞാനം കൊണ്ടും വളരെ പ്രസിദ്ധനായിരുന്നു. അക്ബർ ഹമേഷ ബീർബൽ കി സഹായത് ചാഹത്തെ, എപ്പോഴും ബീർബലിന്റെ സഹായം തേടിയിരുന്നു. ഹമേഷ എപ്പോഴും അക്ബർ ബീർബലിന്റെ സഹായം തേടിയിരുന്നു. പല കാര്യങ്ങൾക്കും പല പ്രശ്നങ്ങൾക്കും പരിഹാരം ചോദിച്ചിരുന്നത് ബീർബലിനോടായിരുന്നു. तीव्र बुद्धि से वे बहुत प्रसिद्ध हुए। अकबर हमेशा बीरबल की सहायता चाहते थे। एक दिन अकबर के राजमहल में कुछ विद्वान लोग गंभीर चर्चा कर रहे थे। ഒരു ദിവസം അക്ബറിന്റെ കൊട്ടാരത്തിൽ കുറെ വിദ്വാൻമാർ, അതായത് കുറെ പണ്ഡിതന്മാര് ഭയങ്കര ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. देखिए, विद्वान लोग चर्चा कर रहे हैं। ആ ചിത്രത്തിൽ കണ്ട മനസ്സിലാകും ചർച്ച ചെയ്യുന്ന ഒരു ചിത്രമാണ്. ये देखकर अकबर ने बीरबल से क्या कहा होगा? देखिए, അപ്പൊ ഇത് കണ്ടിട്ട് അക്ബർ ബീർബലിനോട് പറയാണ്, बीरबल, मैं बहुत चातुर नहीं, बहुत सी ऐसी चीजें हैं जिनके बारे में मैं नहीं जानता। मैं हर चीज को सीखना चाहता हूँ। कल से मेरी पढ़ाई शुरू हो, इसका इंतजाम करो। അപ്പോൾ അതുപോലെ തന്നെ പുറത്ത് നടക്കുന്ന പല കാര്യങ്ങളും എനിക്ക് അറിയില്ല. मैं हर चीज को सीखना चाहता हूँ। അപ്പോൾ എല്ലാ കാര്യങ്ങളും അവനക്ക് പഠിക്കണം, എനിക്ക് പഠിക്കണം എന്ന് അക്ബർ ബീർബലിനോട് പറയാണ്. कल से मेरी पढ़ाई शुरू हो, इसका इंतजाम करो। അതെ, അപ്പോൾ അതിനുവേണ്ടി എനിക്ക് നാളെ നാളെ ഞാൻ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ളൊരു സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് ബീർബലിനോട് പറയണം. इंतजाम करो। बच्चों, यहाँ अकबर क्या चाहते हैं? हाँ, आगे सीखना चाहते हैं, अर्थात आगे पढ़ना चाहते हैं। അപ്പോൾ എന്താണ് അക്ബറിന്റെ ആവശ്യം? പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമാണ് ബീർബലിനോട് അക്ബർ ഉന്നയിക്കുന്നത്. उनकी विनम्रता देखिए। അപ്പോൾ രാജാവിന്റെ വിനയം നോക്കൂ. वे क्या करते हैं? देखिए, मैं बहुत चातुर नहीं हूँ। അതെ, രാജാവായിട്ടുള്ള അദ്ദേഹം മന്ത്രിയായ ബീർബലിനോട് പറയുന്ന ഒരു വാക്കുകൾ തന്നെയുള്ള വിനയം ആണ് പറയുന്നത്. मैं बहुत चतुर नहीं हूँ, എനിക്ക് വലിയ അറിവൊന്നുമില്ല, പണ്ഡിതനല്ല എന്നാണ് പറയുന്നത്. क्या करते हैं? मैं बहुत चातुर नहीं हूँ। यहाँ उनके शब्दों का विनय देखो। मैं बहुत चातुर नहीं हूँ। അതെ, അക്ബറിന്റെ ആ വിനയം, വാക്കിലുള്ള ആ വിനയമാണ് ഇപ്പോൾ പറയുന്നത്. वे क्यों ऐसे करते हैं? हाँ, बहुत चीजों के बारे में मैं नहीं जानते। അപ്പോൾ രാജാവായിട്ടുള്ള അദ്ദേഹം എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലോകത്തുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയില്ല. इसलिए वे बीरबल से क्या करते हैं? मैं बहुत चातुर नहीं हूँ। അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഇതിനേക്കാൾ കൂടി അങ്ങനെ പറഞ്ഞത്. और देखिए, कल से मेरी पढ़ाई शुरू हो, നാളെ മുതൽ എൻ്റെ പഠനം ആരംഭിക്കണം. इसका इंतजाम करो। അപ്പൊ അതിനു വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യൂ എന്നാണ് എഴുതിയിട്ടുള്ളത്. क्या कहते हैं? कल से मेरी पढ़ाई शुरू हो, इसका इंतजाम करो। കൽ സേ മേരി പഠായി ശുരു ഹോ, നാളെ ആരംഭിക്കും. ശുരു ഹോ ആരംഭിക്കും. ഇസ്കോ ഇന്തിസാം കരൂ, അപ്പൊ അതിനു വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. आप जरा सोचिए, इस पर अकबर का मनोभाव क्या है? अकबर समझते हैं അപ്പോൾ ഈ ഇതൊക്കെയുള്ള വാക്കുകളിൽ നിന്ന് നമുക്ക് എന്താണ് അദ്ദേഹത്തിന്റെ മനോഭാവം എന്താ നമുക്ക് പറയണം? उनको बहुत चीजों की जानकारी नहीं है, इसलिए वे जानते हैं
कि कैसे अपनी पढ़ाई हो। अकबर का मनोभाव क्या है? അപ്പോൾ അക്ബറിനെ അറിയാം എന്ത് ഇപ്പോ ബഹുത് ചീസോം കി ജാൻകാരി नहीं है, പല കാര്യങ്ങളെക്കുറിച്ചും എനിക്കറിയില്ല എന്നുള്ള അറിവ് അദ്ദേഹത്തിനുണ്ട്. इसलिए चाहता है कि कैसे अपनी पढ़ाई हो. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, നാളെ മുതൽ എനിക്ക് പഠനം ആരംഭിക്കണം, അപ്പോൾ അതിനു വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബീർബലിനോട് അക്ബർ ഈ പറയുന്നത്. अकबर समझते हैं उनको बहुत चीजों की जानकारी नहीं है, इसलिए वे चाहते हैं कि कैसे अपनी पढ़ाई हो. पढ़ने का आग्रह अकबर में है. പഠിക്കാനുള്ള ആഗ്രഹം രാജാവായിട്ടുള്ള അക്ബറിനുണ്ട്. इसलिए वे बीरबल से क्या कहते हैं? उनकी पढ़ाई के लिए जो करना है वो करे. അപ്പോൾ അതുകൊണ്ട് ബീർബല് പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. तो बच्चों कहानी का इतना भाग समझे? അപ്പോൾ കഥയുടെ ഇത്രയും ഭാഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ മനസ്സിലായോ എന്നാണ് ചോദിക്കുന്നത്. അക്ബർ कौन थे? അപ്പോൾ ഇനി ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണ്. അക്ബർ कौन थे? ആരാണ് അക്ബർ? മുഗൾ ബാദശാഹ്. മുഗൾ ബാദശാഹ്. ബാദശാഹ് എന്നാൽ ചക്രവർത്തി. उनके मंत्री कौन थे? അദ്ദേഹത്തിന്റെ മന്ത്രി ആരാണ്? ബീർബൽ. നമ്മുടെ കഥയിലെ മെയിൻ കഥാപാത്രമായ ബീർബൽ. वे क्या देख रहे थे? അവരെന്താണ് നോക്കുന്നത്? विद्वान लोगों की चर्चा. അതായത് അവരെന്താണ് കണ്ടത്? അപ്പോൾ ഒരു പണ്ഡിത സഭയുടെ ചർച്ചയാണ് കണ്ടത്. अकबर क्या चाहते हैं? നമ്മുടെ രാജാവായിട്ടുള്ള അക്ബറിന് എന്താണ് വേണ്ടിയത്? हर चीज को सीखना चाहते हैं. എല്ലാ കാര്യങ്ങളും പഠിക്കണം എന്നതാണ് അക്ബറിന് വേണ്ടത്. तो देखो बीरबल का उत्तरदायित्व क्या था? അതെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് ബീർബലിന്റെ ഉത്തരവാദിത്തം എന്താണ് എന്നാണ് പിന്നെ നോക്കുന്നത്. हाँ, शाहनशाह अकबर को कौन सिखाएगा? അതെ, നമ്മുടെ കഥയുടെ പേരായ ഷഹൻഷാ അക്ബർക്കോ കോൻ സിക്കായിക്ക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ബീർബലിൽ വന്നിട്ടുള്ളത്. അതായത് രാജാവിനെ ഇനി ആര് പഠിപ്പിക്കും? പറഞ്ഞതുപോലെ തന്നെ എല്ലാ ആളുകളും പഠിപ്പിക്കണമെങ്കിൽ അത്രയ്ക്കും ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ തന്നെ കിട്ടണം. അപ്പോൾ ഒരു ഉത്തരവാദിത്തം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. बीरबल का उत्तरदायित्व क्या था? शाहनशाह अकबर को कौन सिखाएगा? अकबर को सिखाने के लिए उचित व्यक्ति को लाना उनका उत्तरदायित्व है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഉചിതമായിട്ടുള്ള ഒരു പണ്ഡിതനെ അദ്ദേഹത്തിന് ലഭിക്കണം അല്ലെങ്കിൽ കൊണ്ടുവരണം എന്നാണ്. यहाँ सीखने का मतलब क्या है? हाँ, पढ़ना. അപ്പോൾ സീഖിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കുക, പഠനം. किसको पढ़ाना है? हाँ, शाहनशाह को पढ़ाना है. അപ്പോൾ ആർക്കാണ് പഠിക്കേണ്ടത്? ഷഹൻഷാ അക്ബറിനാണ് പഠിക്കേണ്ടത്. शाहनशाह का मतलब क्या है? शाह होगा शाह. ഇനി ഷഹൻഷാ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം പറയണം. शाह माने राजा. तो शाहनशाह का अर्थ क्या है? राजाओं का राजा. അതെ, ഷഹ എന്ന് പറഞ്ഞാൽ രാജാവ്. ഷഹൻ കാ ഷഹ, രാജാക്കന്മാരുടെ രാജാവ്, അതായത് ചക്രവർത്തി. अर्थात राजाधिराज माने सम्राट. അതെ, രാജാത്തി രാജ, ചക്രവർത്തി. ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളുടെയൊക്കെ കൂടിയിട്ടുള്ള ഒരു വലിയ രാജാവ് എന്നൊക്കെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. സാമ്രാട്ട്, ചക്രവർത്തി ഒക്കെ പറയും. ഓക്കെ, देखिए शाहनशाह सम्राट. शाहनशाह का अर्थ है सम्राट. അപ്പോൾ ഷഹൻഷാ എന്ന് പറഞ്ഞാൽ സാമ്രാട്ട്. ഓക്കെ, ചക്രവർത്തി. अगली सुबह में, अगले प्रभात में दरबार में आते ही अकबर को गुस्सा आया. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ അഖിലെ പ്രഭാതമേ അക്ബർ ഒരൊപ്പം തന്നെ ഏറ്റവും വളരെ രാവിലെ നേരത്തെ
നമുക്ക് പറഞ്ഞതുപോലെ. അപ്പോൾ രാവിലെ അദ്ദേഹം ദർബാറിലേക്ക് വരുമ്പോൾ, ദർബാർ എന്ന് പറഞ്ഞാൽ കോടതി അല്ലെങ്കിൽ മന്ത്രിസഭ, അറിയില്ല. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പോൾ അതിന്റെ കാരണം എന്താണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പാഠപുസ്തകത്തിലേക്ക് നോക്കാനാണ് ടീച്ചർ പറഞ്ഞത്. अगली सुबह जब शाहनशाह ने दरबार में प्रवेश किया तो उनका स्वागत एक विचित्र दृश्य ने किया. अरे अब अगली सुबह जब शहनशाह ने दरबार में प्रवेश किया था उनका स्वागत एक विचित्र दृश्य ने किया. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നത് വെച്ചാൽ രാവിലെ അദ്ദേഹം ദർബാറിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം ഒരു വിചിത്രമായിട്ടുള്ള കാഴ്ച കണ്ടു. ദർബാർ तरह तरह के लोगों से भरा हुआ था. ദർബാറിന്റെ ചുറ്റും പലതരത്തിലുള്ള ദർബാറിന്റെ ഉള്ളില് പലതരത്തിലുള്ള ആൾക്കാരെ ആണ് അദ്ദേഹം അവിടെ കണ്ടത്. वहाँ बच्चे और बुजुर्ग थे. അതില് കുട്ടികളും വൃദ്ധന്മാരും ഉണ്ട്. गृहिणियां और धोबिने थे. വീട്ടിലുള്ള സ്ത്രീകൾ, അതായത് എന്താ പറയാ, കുടുംബിനികള്, ഹൗസ് വൈഫുകളുണ്ട്. किसान और कचरा बीनने वाले थे. കൃഷിക്കാരുണ്ട്, കച്ചറ വാരുന്നവരുണ്ട്. दुकानदार और लिपिक थे. കട നടത്തുന്നവരും അവരുടെ ഗുമസ്തന്മാരും ഉണ്ട്. मूर्ख और ज्ञानी थे. മണ്ടനായിട്ടുള്ള ആളുകളും ബുദ്ധിമാൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും ഉണ്ട്. और भी न जाने कितने तरह के लोग थे. അതുപോലത്തെ പല ആളുകളും ദർബാറിലുണ്ട്. അപ്പൊ ഇവരൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹം രാവിലെ ദർബാറിലേക്ക് കയറി വരുമ്പോൾ ഈ ഇത്തരമുള്ള ദൃശ്യം കണ്ടപ്പോഴാണ് അദ്ദേഹം വളരെയധികം ദേഷ്യപ്പെട്ടത്. एक बार भी देखे. अगली सुबह जब शाहनशाह ने दरबार में प्रवेश किया तो उनका स्वागत एक विचित्र दृश्य ने किया. दरबार तरह तरह के लोगों से भरा हुआ था. वहाँ बच्चे और बुजुर्ग थे. गृहिणियां और धोबिने थे. किसान और कचरा बीनने वाले थे. दुकानदार और लिपिक थे. मूर्ख और ज्ञानी थे. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ട വാക്കുകളൊക്കെ എങ്ങനെ എഴുതിയിട്ടുള്ളത്. അറിയാത്ത വാക്കുകൾ എഴുതിയിട്ട് അതിന്റെ കൂടെ മലയാളം എഴുതി വെക്കുക. और भी न जाने कितने तरह के लोग थे. यहाँ विचित्र दृश्य क्या था? അപ്പൊ എന്താണ് ആ വിചിത്രമായിട്ടുള്ള ദൃശ്യം വിവരിക്കുകയാണ്. ये चित्र देखे. यहाँ कई तरह के लोग हैं ना. അപ്പോ ഈ ചിത്രത്തിൽ നമുക്ക് കണ്ടത് മനസ്സിലാക്കാം, പലതരത്തിലുള്ള ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. उनमें बुजुर्ग या वृद्ध थे. അപ്പൊ അതിൽ വൃദ്ധന്മാരുണ്ട്, കുട്ടികളുണ്ട്. गृहिणियां या घर की औरतें थी. അതെ, വീട്ടിലുള്ള സ്ത്രീകള് ഉണ്ട്. किसान, दुकानदार आदि समाज के कई तरह के लोग. കട നടത്തുന്ന അവരുടെ കണക്കപ്പിള്ള, അതായത് ഗുമസ്തരുണ്ട്. അങ്ങനത്തെ പല ആൾക്കാരും അതിലുണ്ട്. इस प्रकार कई तरह के लोगों से दरबार भरे हुए थे. അപ്പൊ അതുപോലത്തുള്ള ആൾക്കാരെ കൊണ്ട് ദർബാർ മൊത്തം നിറഞ്ഞിട്ടുണ്ട്. जो मालूम है अकबर को क्यों गुस्सा आया? അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് രാജാവ് ദേഷ്യപ്പെടാനുള്ള കാരണം മനസ്സിലായില്ല എന്ന് ചോദിക്കുന്നത്. हाँ देखिए. അപ്പൊ കാരണം പറയുന്നത് എഴുതിയിട്ട് കാണിക്കുന്നത്. तरह तरह के लोगों से भरा हुआ था. ये देखकर अकबर को गुस्सा आया. പലതരത്തിലുള്ള ആൾക്കാരെ കൊണ്ട് ദർബാർ നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അക്ബറിന് ദേഷ്യം വന്നത്. ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യം. പലതരത്തിലുള്ള ലോകത്തെ ആളുകൾ. आप जानते हैं राजा ने क्रोध से क्या कहा? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് രാജാവിന് ദേഷ്യം, ക്രോധം വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? जरा पाठभाग देखिए. इन सब का क्या मतलब? അപ്പൊ ഇനി പാഠപുസ്തകത്തിൽ ഇത് പറയാണ് അടുത്ത വാക്ക്. शाहनशाह गरजे. അപ്പൊ ഷഹൻഷാ പറയാണ് എന്താണ് ഇതൊക്കെ, ഇതിന്റെ അർത്ഥം എന്താണ്, ഇതിന്റെ അർത്ഥം വളരെ ദേഷ്യത്തോട് ചോദിക്കാണ് ബീർബലിനോട്.
मैंने तो तुमसे ऐसे लोगों को लाने के लिए कहा था जो मुझे कुछ सिखा सके, और तुमने मेरा महल राज्य की आधी जनता से भर दिया। अब जवाब दो। അപ്പോൾ രാജ്യത്തുള്ള മൊത്തം ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളത് എന്നെ എന്തെങ്കിലും കാണിക്കാനാണോ, എന്താണ് നിങ്ങളുടെ ഇവിടെ കൂടി നിൽക്കുന്നതെന്ന് അവരോട് ചോദിക്കുകയാണ്. ആ ജവാബ് ദോ, മറുപടി നൽകുമെന്ന് പറയാണ്. एक बार भी पाठभाग देखें। ഒരു വട്ടം നമുക്ക് നോക്കാം. इन सब का क्या मतलब? ഇതിനൊക്കെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ അർത്ഥം? शाहनशाह गरजे, ഗർജാണ്, ഗർജിച്ചു, അല്ലെങ്കിൽ വളരെയധികം ദേഷ്യത്തോടുകൂടി പറഞ്ഞ വാർത്താണ് ഗർജ്. मैंने तो तुमसे ऐसे लोगों को लाने के लिए कहा था ഈ ആൾക്കാരെല്ലാം വന്നിട്ടുള്ളത് जो मुझे कुछ सिखा सके, എന്തെങ്കിലും കാണിക്കാനാണോ, പറയാനാണോ? और तुमने मेरा महल राज्य की आधी जनता से भर दिया। അപ്പൊ എന്റെ കൊട്ടാരത്തിലെ ഈ രാജ്യത്തുള്ള പകുതി ആൾക്കാർക്കുള്ള നിറക്കാണോ അങ്ങനെ ചോദിക്കുന്നു. अब जवाब दो। എന്താണ് മറുപടി പറയൂ. अकबर ने क्रुद्ध होकर बीरबल से क्या कहा? അപ്പൊ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് ബീർബൽ എന്താണ് ചെയ്തത്? इतने लोगों को महल में क्यों लेकर आए? അപ്പൊ എന്തിനാണ് ഇത്രയും ആൾക്കാരെ കൊണ്ട് വന്നിട്ടുള്ളതെന്ന് രാജാവിനോട് അദ്ദേഹം പറയാണ്. बीरबल ने बड़ी विनम्रता से अकबर से कहा। വളരെയധികം വിനയത്തോടു കൂടി അദ്ദേഹം അക്ബറിനോട് പറഞ്ഞു. देखिए क्या कहा? എന്താണെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. मैंने तो बस आपके आदेशों का पालन किया है। അദ്ദേഹം പറയാണ്, ഞാൻ നിങ്ങളുടെ ആജ്ഞ പാലിച്ചത് മാത്രം. അത് मैंने तो बस आपको आदेशों का പാലൻ കിയാ ഹെ, അങ്ങയുടെ നിർദ്ദേശം പാലിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. बीरबल ने क्या कहा? मैंने तो बस आपके आदेशों का पालन किया है। ये कहकर बीरबल ने माफी मांगी। അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ബീർബൽ ക്ഷമ ചോദികളോട് നിന്നു. पर बीरबल ने कुछ प्रश्न अकबर से पूछे। അപ്പൊ അതുപോലെ തന്നെ ചില ചോദ്യങ്ങൾ അക്ബറിനോട് ബീർബൽ ചോദിച്ചു. पहला प्रश्न देखिए। ഫസ്റ്റ് ചോദ്യമാണ്, आप रेत में खंडो खेलकर मनोरंजन करना जानते हैं? നിങ്ങൾക്ക് മണിക്കൂറുകളോളം കളിക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. नदी या समुद्र के किनारे रेत या बालू में खेलना कौन जानता है? അപ്പൊ നദികളുടെയും സമുദ്രങ്ങളുടെയും അരികിൽ മണിക്കൂറുകളോളം കുട്ടികൾ കളിക്കാൻ അവരെ ആരെയാണ് പഠിപ്പിച്ചത് എന്ന് ചോദിക്കണം. हाँ, बच्चों का खेल बच्चा ही जानता है। അതെ, അപ്പൊ കുട്ടികൾ തന്നെ കളിക്കാൻ കുട്ടികൾക്കേ അറിയുള്ളൂ. बीरबल का दूसरा प्रश्न देखिए। അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാണ്, क्या आप गरीब आदमी की आमदनी में घर चला सकते हैं? दूसरा प्रश्न एक बार भी देखिए। क्या आप गरीब आदमी की आमदनी में घर चला सकते हैं? ഒരു പാവപ്പെട്ടവന്റെ വരുമാനം കൊണ്ട് നിങ്ങൾക്ക് ഒരു വീട് അല്ലെങ്കിൽ അവിടുത്തെ ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അതായത് വളരെ ദാരിദ്ര്യം പിടിച്ച ആളുകൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു വീട് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്കറിയാമോ എന്നാണ് ചോദിക്കുന്നത്. गरीब आदमी ही जानता है कि थोड़े पैसे में घर कैसे चलाए, ठीक है ना? അതായത് ഗരീബാദ്മി എന്ന് പറഞ്ഞാല് വരുമാനം കുറഞ്ഞ ആളുകൾ അവർക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് കഴിയുമോ, അത് നിങ്ങൾക്ക് അറിയുമോ എന്നാണ് ചോദിക്കുന്നത്. बीरबल ने इस तरह के अनेक प्रश्न अकबर के सामने रखे। അപ്പോൾ ബീർബൽ ഇതുപോലത്തെ കുറേ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. जैसे देखिए अगला प्रश्न। അപ്പോൾ കഴിഞ്ഞിട്ട് ഇനിയും ചോദ്യങ്ങളുണ്ട്. फसल को पानी कब देना है? अगला प्रश्न क्या है? फसल को पानी कब देना है? ഫസൽ കോ പാനി കബ് ദേന ഹെ, അതായത് കൃഷിക്ക് എപ്പോഴാണ് വെള്ളം ഒഴിക്കേണ്ടത് അല്ലെങ്കിൽ നൽകേണ്ടത്.
मतलब क्या है? खेतों में फसल को किस किस समय पानी देना है? അതായത് പച്ചക്കറികൾക്ക് അല്ലെങ്കിൽ വിളകൾക്ക് ഏതെല്ലാം സമയത്താണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ये किसान ही जानता है. അതൊരു പച്ചക്കറി ഉണ്ടാക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയാ കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകനെ അത് അറിയുള്ളൂ. कहाँ हरे भरे चरागाह है? बीरबल का अगला प्रश्न है, देखिए. कहाँ हरे भरे चरागाह है? അപ്പോൾ ബീർബലിന്റെ അടുത്ത പ്രശ്നം അല്ലെങ്കിൽ അടുത്ത ചോദ്യമാണ് മേച്ചിൽപ്പുറങ്ങൾ എവിടേക്കാണ് ഉള്ളത് നിങ്ങൾക്കറിയാമോ? अर्थात पशुओं के लिए चरने का हरा भरा मैदान कहाँ है? അതെ, പശുക്കൾക്ക് കഴിക്കാനുള്ള പുല്ല് എവിടെ നിന്നാണ് കിട്ടുന്നത് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. अगला प्रश्न देखिए. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. किसी शब्द को उतनी खूबसूरती से कैसे लिखें कि वो चित्र जैसा लगे? एक बार फिर देखिए. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ശ്രദ്ധിക്കണേ. किसी शब्द को उतनी खूबसूरती से कैसे लिखें कि वो चित्र जैसा लगे? അതെ, ഒരു ചിത്രം വരക്കുന്നത് പോലെ മനോഹരമായിട്ട് ഒരു വാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെന്റൻസ് നിങ്ങൾക്ക് എഴുതാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. अर्थात सुंदर रूप से शब्दों ഖൂബ്സുരത്തി എന്ന് പറഞ്ഞാൽ മനോഹരമായി നടക്കും. को जोड़कर मनोहर रचनाएं कैसे करें? आप सोचिए, ये सारी बातें अकबर जानते हैं. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് അക്ബറിന് ഇത്രയും ഈ കാര്യങ്ങളൊക്കെ അറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? उनका जवाब देखिए. അപ്പോൾ ഇനി അക്ബറിന്റെ മറുപടിയാണ് പറയുന്നത്. ये देखिए. नहीं नहीं नहीं, 1000 बार नहीं. अकबर का जवाब एक बार फिर देखिए. नहीं नहीं नहीं, 1000 बार नहीं. അപ്പോൾ അക്ബർ മറുപടി പറയാണ്, നഹി നഹി നഹി, ഇല്ല ഇല്ല ഇല്ല, ഹസാർ ബാർ നഹി. ഹസാർ എന്ന് പറഞ്ഞാൽ 1000 തവണ എനിക്ക് പറ്റില്ല എന്നാണ് പറയാണ്. അക്ബർ ഗുസ്സെ ലാൽ പീല ഹോഗർ ചില്ലായി. അതായത് അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് വളരെയധികം ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു തുടുത്തു എന്നാണ് പറയുന്നത്. बादशाह ने गुस्से से क्या कहा? बीरबल को अपने आप पर बड़ा विश्वास था. അപ്പോൾ അക്ബറിന് ബീർബലിനെ കുറിച്ച് വലിയൊരു മതിപ്പൊക്കെ ഉണ്ടായിരുന്നു. उन्होंने बड़ी शांति से कहा. അപ്പോൾ അതുകൊണ്ട് ബീർബൽ വളരെ ശാന്തമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അക്ബറിനോട് പറഞ്ഞു. क्या कहा? जरा पाठभाग देखिए. അപ്പോൾ അത് പാഠഭാഗത്തിലുള്ളതാണ് ശ്രദ്ധിക്കാൻ പറയുന്നത്. इस दरबार में मौजूद हर शख्स आपको कुछ न कुछ सिखा सकता है. हर एक ऐसा कुछ जानता है जो दूसरों को नहीं पता है. प्रत्येक के पास कुछ हुनर है, कुछ ज्ञान है, दिल या दिमाग की कुछ खासियत है. तो सभी शिक्षक भी है और विद्यार्थी भी. बीरबल ने क्या कहा? देखिए, हर एक ऐसा कुछ जानता है जो दूसरों को नहीं पता है. അപ്പോൾ ബീർബൽ എന്താണ് മനസ്സിലാക്കി കൊടുക്കുന്നത് വെച്ചാൽ അണ്ടർലൈൻ ചെയ്ത വാക്കുകളാണ് പറയുന്നത്. ചിലർക്ക് അറിയാം, കാര്യങ്ങൾ അറിയാം, എന്നാൽ അത് മറ്റു ചിലർക്ക് അറിയില്ല. ഒരാൾക്ക് അറിയുന്ന കാര്യം മറ്റുള്ളവർക്ക് അറിയില്ല. हर एक ऐसा कुछ जानता है जो दूसरों को नहीं पता है. दरबार में अब बच्चे हैं, बूढ़े हैं, किसान, गृहणियां, दुकानदार आदि हैं. അപ്പോൾ ദർബാറിൽ കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, കടക്കാരുണ്ട്, പിന്നെ വീട്ടിലുള്ള സ്ത്രീകളുണ്ട്. हर शख्स माने हर व्यक्ति बादशाह को कुछ न कुछ सिखा सकता है. അപ്പോൾ ഈ ആളുകൾക്കൊക്കെ പഠിപ്പിക്കാൻ കഴിയും. ആരെ? നമ്മുടെ ചക്രവർത്തിക്ക് അറിവുകൾ പകർന്നു കൊടുക്കാൻ കഴിയും. അവരുടെ അടുത്തുള്ള അറിവ് പകർന്നു കൊടുക്കാൻ കഴിയും. हर एक व्यक्ति ऐसा कुछ जानता है जो दूसरा व्यक्ति नहीं जानता. അതായത് ഇങ്ങനെ കൊണ്ടുവന്ന കാര്യം എന്താ വെച്ചാൽ ഒരാൾക്ക് അറിയുന്നത് മറ്റൊരാൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടിയും കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ ബീർബൽ അദ്ദേഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്.
बीरबल ने फिर कहा, प्रत्येक के पास कुछ हुनर है, कुछ ज्ञान है, दिल या दिमाग की कुछ खासियत है. എന്നിട്ട് പ്രത്യേകിച്ച് പറയുകയാണ്, ചിലർക്ക് പല ബഹുമതികളുണ്ട്, ചിലർക്ക് അറിവുണ്ട്, ചിലർക്ക് ബുദ്ധിയും കഴിവും ഒക്കെ ഉള്ള പല സവിശേഷതകളുള്ള ആളാണ് പറയുന്നത്. अर्थात प्रत्येक व्यक्ति में कुछ क्षमता है, कुछ ज्ञान है या जानकारी है. यही ठीक है ना? इसलिए बीरबल विश्वास के साथ क्या करता है? അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള ബീർബലിനുള്ള വിശ്വാസം കൊണ്ട് എന്താണ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. साथी शिक्षक भी है और विद्यार्थी भी. देखिए, ഇപ്പൊ പറയുന്നത് എന്താ വെച്ചാല് എല്ലാവരും അധ്യാപകരാണ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുമാണ്. बच्चों, बीरबल का कहना कितना सही है. सभी शिक्षक भी है और विद्यार्थी भी. देखिए, അപ്പൊ ഇനി ഈ വാക്കുകൾ ശ്രദ്ധിക്കൂട്ടോ. शिक्षा हमारे पूरे जीवन पर चलने वाली प्रक्रिया है. ശിക്ഷ അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ളൊരു പ്രക്രിയയാണ്. इसलिए हम कभी अध्यापक बन जाते हैं और कभी विद्यार्थी भी. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അധ്യാപകരുമായിരിക്കും, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുമായിരിക്കും. ज्ञानार्जन निरंतर होना है. ജ്ഞാനാർജൻ നിരന്തരമാണ്, അതായത് ജ്ഞാനാർജൻ എന്ന് പറഞ്ഞാൽ അറിവ് എപ്പോഴും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ്. വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവുകൾ നമ്മൾ എപ്പോഴും അറിയിച്ചുകൊണ്ടേയിരിക്കണം. ജീവിതത്തിലുടനീളം നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ശിക്ഷ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിദ്യാർത്ഥികളുമായിരിക്കും, അതുപോലെ തന്നെ അധ്യാപകരുമായിരിക്കും. നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അധ്യാപകരായി, നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അവിടെ വിദ്യാർത്ഥിയുമായി എന്നാണ് ഈ വാക്കിൽ നിന്ന് നമ്മളെ സൂചിപ്പിക്കുന്നത്. अकबर को हंसी आई. ഇത് കേട്ടിട്ട് അക്ബർ ചിരിച്ചു. और उन्होंने क्या कहा? देखिए, कब तो तुम भी അപ്പോൾ രാജാവ് ബീർബലിനോട് പറയാണ് അക്ബർ, विद्यार्थी हो बीरबल. मैं तो सोचता था कि तुम्हें कोई कुछ नहीं सिखा सकता. അതെ, അപ്പോൾ രാജാവ് പറയാണ്, തബ് തോ തും ഭി ഏക് വിദ്യാർത്ഥി ഹോ ബീർബൽ. അപ്പോൾ നിങ്ങളും ഒരു വിദ്യാർത്ഥിയാണോ ബീർബൽ? തോ സോച്താ ഥാ കി തും ഹോ കോയി കുച്ച് നഹി സിഖാ സക്താ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഇനി ആരും ഒന്നും പഠിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചതെന്നാണ് പറഞ്ഞത്. देखिए, कब तो तुम भी एक विद्यार्थी हो बीरबल. मैं तो सोचता था कि तुम्हें कोई कुछ नहीं सिखा सकता. बीरबल के बारे में अकबर क्या सोचता था? हाँ, बीरबल बड़ा विद्वान है. അതെ, അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ രാജാവ് വിചാരിച്ചിരുന്നത് ബീർബൽ വലിയ വിദ്വാനാണല്ലോ, എല്ലാ കാര്യങ്ങളും അറിയാം, അപ്പോൾ പഠിപ്പിക്കാൻ കഴിയും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടിയത് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആര്? ബീർബൽ അക്ബറിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആരും എല്ലാം തികഞ്ഞവരല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ രാജാവ് വിചാരിച്ചിരുന്നത് അദ്ദേഹത്തിന് എല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് ചോദിക്കാം എന്നുള്ള ഒരു മനോഭാവമായിരുന്നു നമ്മുടെ രാജാവിന് ഉണ്ടായിരുന്നത്. वे सब कुछ जानते हैं. वही बीरबल भी आजीवन एक विद्यार्थी है. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബീർബൽ ആജീവനാന്തം, അതായത് മരണം വരെ ഒരു വിദ്യാർത്ഥി ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. बीरबल ने विश्वास के साथ उत्तर दिया. അപ്പോൾ മറുപടി പറയാണ്, देखिए, मैं तो हमेशा ही सीखता हूँ. ബീർബൽ അക്ബറിനോട് പറയാണ്, मैं तो हमेशा ही सीखता हूँ. ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. बीरबल का उत्तर क्या है? देखिए, मैं तो हमेशा ही सीखता हूँ. अब आप सोचिए, बीरबल कैसे बड़े विद्वान बन गए. हाँ, वो सदा समय कुछ न कुछ सीखते ही रहते हैं. അപ്പോൾ എങ്ങനെയാണ് വിദ്വാൻ ആയത് വെച്ചാൽ എല്ലാ സമയത്തും കുറച്ച് കുറച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. इससे आप क्या क्या समझ गए? हाँ,
അപ്പോൾ നമുക്ക് ഇതിന് എന്താണ് മനസ്സിലായത്? हमें भी जीवन भर एक विद्यार्थी जैसे पढ़ते रहना चाहिए. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വിദ്യാർത്ഥിയായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. എല്ലാ കാര്യങ്ങളും ജീവിതാവസാനം വരെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ എപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. अब हम इस लोक कथा के अंतिम भाग की ओर चलें. അപ്പോൾ നമ്മൾ ഈ നാടോടി കഥയിൽ അല്ലെങ്കിൽ ഈ കഥയിലേക്ക് അവസാന ഭാഗത്തേക്ക് നമുക്ക് പോകുന്നത്. बीरबल हमेशा सीखना चाहते हैं. ബീർബല് ജീവിതത്തിൽ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. बीरबल ने फिर क्या किया? देखो, उन्होंने वहां खड़े लोगों के बीच से एक बूढ़ी महिला का हाथ पकड़कर अकबर के सामने ले आया. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നും ബീർബൽ എന്താണ് ചെയ്തതെന്ന് പറയണം. അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നും പ്രായമുള്ള ഒരു സ്ത്രീയുടെ കൈ പിടിച്ചിട്ട് രാജാവിന്റെ അടുത്തേക്ക് വന്നു. और कहा, എന്നിട്ട് പറഞ്ഞു, ये मेरे पहले और श्रेष्ठ गुरुओं में से है. എന്നിട്ട് ആ സ്ത്രീയെ ചൂണ്ടിക്കാട്ടിയിട്ട് ബീർബൽ പറയാം, ഇതാണ് എൻ്റെ ആദ്യത്തെ ഗുരു അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറയാണ്. क्या कहा? ये मेरे पहले और श्रेष्ठ गुरुओं में से है. बीरबल ने बूढ़ी महिला का परिचय कैसे किया? ബീർബൽ എങ്ങനെയാണ് ആ വൃദ്ധയായിട്ടുള്ള സ്ത്രീയെ രാജാവിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് എന്ന് പറയണം. അപ്പോൾ ഈ വാക്ക് ഉപയോഗിച്ച് കണ്ടാണ് അദ്ദേഹം പരിചയപ്പെടുത്തി കൊടുത്തത്. ഈ സ്ത്രീ എൻ്റെ ആദ്യ ഗുരുവാണ് എന്ന് പറയുകയാണ്. ശ്രേഷ്ഠ ഗുരു എൻ്റെ വിശിഷ്ട ഗുരുവാണ് എന്ന് പറയുന്നു. हाँ, श्रेष्ठ गुरु. ശ്രേഷ്ഠ ഗുരു. बूढ़ी महिला ने अत्यंत विनय से अकबर को सलाम किया. അപ്പോൾ ആ സ്ത്രീ വളരെയധികം വിനയത്തോടു കൂടി രാജാവിനെ വണങ്ങി അല്ലെങ്കിൽ രാജാവിന് സലാം പറഞ്ഞു. अकबर को सलाम करके बूढ़ी महिला ने क्या कहा? സലാം പറഞ്ഞിട്ട് ആ വൃദ്ധ പറഞ്ഞു, अब देखिए, हुजूर, അപ്പോൾ ആ വൃദ്ധ സ്ത്രീ അദ്ദേഹത്തോട് പറയാണ്, बुद्धिमान व्यक्ति जानते हैं कि सब कुछ सीख जाना संभव नहीं है. ബുദ്ധിമാനായിട്ടുള്ള വ്യക്തിക്ക് അറിയാം എല്ലാ കാര്യങ്ങളും പഠിക്കാൻ കഴിയില്ല എന്ന് ഒരു ബുദ്ധിമാനായ വ്യക്തിക്ക് അറിയാം. लेकिन ये सीखना चाहिए कि अच्छा इंसान कैसे बन जा सकता है. അപ്പോൾ എന്നാലും അവർക്കറിയാം പഠനം കൊണ്ട് ഒരു നല്ല മനുഷ്യനാകാൻ കഴിയും എന്ന് അവർക്ക് അറിയാം. हाँ, ठीक है, सब कुछ सीख जाना संभव नहीं है. അത് ശരിയാണ്, എല്ലാ കാര്യങ്ങളും പഠിക്കാൻ കഴിയില്ല, അത് അങ്ങനെ സംഭവിക്കില്ല എന്നാണ് പറഞ്ഞത്. സബ് കുച്ച് സീക്ക, എല്ലാം പഠിക്കുക എന്നുള്ളത് സംഭവ നഹി ഹൈ, സംഭവിക്കുന്ന ഒരു കാര്യമല്ല. एक बार भी देखिए, ഒന്നുകൂടി നോക്കാം. हुजूर, बुद्धिमान व्यक्ति जानते हैं कि सब कुछ सीख जाना संभव नहीं है, लेकिन ये सीखना चाहिए कि अच्छा इंसान कैसे बन जा सकता है. हाँ, ठीक है, सब कुछ सीख जाना संभव नहीं है. अब बताइए, बूढ़ी महिला ने क्या कहा? അപ്പോൾ നിങ്ങളോട് പറയാൻ എന്താണ് വൃദ്ധയായിട്ടുള്ള സ്ത്രീ പറഞ്ഞത്? क्या हमारे छोटे जीवन में सब कुछ सीख जाना संभव है? നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ എല്ലാം പഠിക്കുക എന്നുള്ളത് സംഭവിക്കാത്ത ഒരു കാര്യമാണ്. नहीं, कभी संभव नहीं. സംഭവിക്കുമോ എന്ന് ചോദിച്ചു. സംഭവിക്കില്ല എന്ന് പറഞ്ഞു. बूढ़ी महिला की राय में सबको क्या सीखना चाहिए? अब बताइए. अच्छा इंसान कैसे बन जा सकता है, ये भी सीखना चाहिए. लोक कथा का अंतिम भाग. शाहजहां बूढ़ी महिला के शब्दों की सादगी से प्रभावित हुए. അപ്പോൾ അക്ബർ ചക്രവർത്തിക്ക് ആ വൃദ്ധയായിട്ടുള്ള സ്ത്രീയുടെ വാക്കുകൾ വളരെയധികം മതിപ്പ് തോന്നി, അല്ലെങ്കിൽ ആ സ്ത്രീയോട് വളരെയധികം ബഹുമാനം തോന്നി. वे उनके आगे अदब से झुके. അതെ, അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ആ സ്ത്രീയോടുള്ള ബഹുമാനം കണ്ണുകളിൽ കാണാമായിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് और फिर मुड़कर बीरबल से कहा, എന്നിട്ട് ബീർബലിലേക്ക് തിരിഞ്ഞുകൊണ്ട് ബീർബലിനോട് പറയാണ്, तुम सच में भाग्यशाली हो
വളരെയധികം ഭാഗ്യശാലിയാണ്. जो तुम्हें इतनी समझदार गुरु मिली. അതെ, ആ സ്ത്രീയെ ചൂണ്ടിക്കാട്ടിക്കാൻ പറയുന്നത് നിങ്ങൾ വളരെയധികം ഭാഗ്യവാനാണ് ഇത്രയും നല്ലൊരു അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപകനെ സംസ്ഥാന ഗുരു മിലിഹ. അതെ, ഇത്രയും നല്ലൊരു അധ്യാപകനെ കിട്ടിയത് നിങ്ങൾ വളരെയധികം ഭാഗ്യവാനാണ് എന്നാണ് അദ്ദേഹം ബീർബലിനോട് പറഞ്ഞത്. बूढ़ी महिला के आगे अकबर अदब से झुके. इसका मतलब क्या है बताइए? हाँ, बूढ़ी महिला से अपना आदर सूचित करने के लिए अकबर ने सिर झुका. അതെ, അദ്ദേഹത്തിനെ കണ്ണുകൾ ബുദ്ധിയോടുള്ള, അതായത് വൃദ്ധനായിട്ടുള്ള സ്ത്രീയോടുള്ള ബഹുമാനം കണ്ടു എന്നാണ് പറയുന്നത്. അത്രയും നല്ലൊരു ഗുരു, നല്ല അറിവുള്ള, പ്രായോഗിക ജീവിതത്തിലുള്ള അറിവ് വെച്ചിട്ടുള്ള അറിവുകൊണ്ട് അദ്ദേഹത്തിന് ആ വൃദ്ധയായിട്ടുള്ള സ്ത്രീയോട് ബഹുമാനം തോന്നി എന്നാണ് ഇതിൻ്റെ ചുരുക്കം. അവസാനം അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി, അക്ബർ ചക്രവർത്തിക്ക് സന്തോഷമായി. എന്നിട്ട് അദ്ദേഹം ബീർബലിനോട് പറയാണ്, രാജാവ് പറയാണ്, എന്താണ് പറഞ്ഞ നമുക്ക് നോക്കാം. तुम सच में भाग्यशाली हो. तुम सच में भाग्यशाली हो जो तुम्हें इतनी समझदार गुरु मिली. अकबर बीरबल को भाग्यशाली कहा. क्यों बताइए? समझदार गुरु मिलने के कारण. അതെ, ബുദ്ധിമാനായ ഒരു അധ്യാപകനെ കിട്ടിയതിനാൽ ബീർബൽ താങ്കൾ വളരെയധികം ഭാഗ്യശാലിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സമസ്ത എന്ന് പറഞ്ഞാൽ बुद्धिमान गुरु मिलना भाग्य ही है ना, इसलिए अकबर बीरबल से कहते हैं सच में तुम भाग्यशाली हो. आपको लोक कथा कैसी लगी? अब ये कथा നിങ്ങൾക്ക് എങ്ങനെയാണ് എന്തായാലും ഇഷ്ടപ്പെട്ടോ എന്നാണ് ചോദിക്കുന്നത്. अच्छी लगी तो बताओ यहाँ के मुख्य पात्र कौन कौन है? अब ഞങ്ങൾ ചോദിക്കുകയാണ് ഇതിലെ കഥാപാത്രങ്ങൾ, മെയിനായിട്ടുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. हाँ बताइए. अकबर, बीरबल और बूढ़ी महिला. आप इन तीनों के चित्र देखिए और उनकी वेशभूषा की विशेषता क्या क्या है. आप पाठ्य पुस्तक के पन्ना संख्या 11 की तालिका की पूर्ति करें. അപ്പോൾ നിങ്ങളുടെ ബുക്കിലുള്ള ഇതൊരു വർക്ക് നിങ്ങളോട് പറയാം കേട്ടോ. 11ാം അധ്യായത്തിൽ എന്തോ വർക്കുണ്ട്, ഞാൻ പറഞ്ഞുതരാം. अकबर, बीरबल और बूढ़ी महिला. आप इन तीनों के चित्र देखिए और उनकी वेशभूषा की विशेषता क्या क्या है. നിങ്ങൾ അവർ ഈ ചിത്രത്തിൽ അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണ് ചോദിക്കുന്നത്. आप पाठ्य पुस्तक की पन्ना संख्या 11 की അതെ, പഠന സംഖ്യ 11 है. പുസ്തകത്തിൽ 11ാമത്തെ നമ്പർ तालिका की पूर्ति करें. എല്ലാ വർക്ക് പൂർത്തീകരിക്കാൻ പറയാണ്. देखो बच्चों, आज हम क्या क्या पढ़े, इस कहानी से हमें क्या क्या संदेश मिले. അപ്പോൾ നമുക്ക് ഈ കഥയിൽ നിന്നും എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ये देखिए, ज्ञानार्जन निरंतर होना है. ജ്ഞാനാർജൻ നിരന്തരം, അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. हर व्यक्ति ज्ञान देने वाला है और लेने वाला भी, इसलिए അതായത് അറിവ് നമുക്ക് പകർന്ന് കിട്ടാനുള്ളതാണ്, അതുപോലെ തന്നെ കൊടുക്കാനുള്ളതാണ്. ദേനെ വാലാ ഹെ और लेने वाला भी. ये ध्यान दीजिए, हम भी अच्छे मनुष्य बने और समाज की भलाई के लिए काम करने की വിദ്യാഭ്യാസം നമ്മളെ നല്ലൊരു മനുഷ്യർ ആക്കുകയും ചെയ്യും. कोशिश करें. अच्छा, धन्यवाद. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങൾ, എന്തെങ്കിലും ക്ലിയർ ആയിട്ട് ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഏതെങ്കിലും വാക്കുകൾ അടക്കം അറിയാത്തതുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വാക്കുകൾ അടക്കം ഇതിൻ്റെ കൂടെ ചേർത്ത് കണ്ടല്ലോ. അപ്പോൾ ഇനി എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ പറഞ്ഞു തരാം. ഏത് ഭാഗമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ
സുഹൃത്തുക്കളെ ഗ്രൂപ്പിൽ, അതുപോലെ തന്നെ കുടുംബ ഗ്രൂപ്പിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് ഉള്ളത്, 8ാം ക്ലാസ്സിലെ കുട്ടികൾ എവിടെയൊക്കെ ഉള്ളത് വെച്ചാൽ അവർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് നമ്മൾ തൊടുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്പൺ വരും. അതിൽ ആൾ നോട്ടിഫിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ ഇനി അടുത്ത ക്ലാസ്സും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ അറിയിപ്പ് വരും. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.